JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻറ്റ് സെലക്ടഡ് കമ്പ്യൂട്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ്. Which one of the following is wrongly matched? അതായത് ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. അതായത് താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. പറയുന്നവയിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി പറയുന്ന ഈ ജോഡികൾ പരിഗണിക്കുമ്പോൾ അത് തെറ്റായിട്ട് പൊരുത്തപ്പെട്ടത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ റാം വോളറ്റൈൽ മെമ്മറി, ഓപ്ഷൻ ബി ഹാർഡ് ഡിസ്ക് ഓക്സിലറി മെമ്മറി, ഓപ്ഷൻ സി DVD പ്രൈമറി മെമ്മറി, ഓപ്ഷൻ ഡി റോം നോൺ വോളറ്റൈൽ മെമ്മറി. ഇതിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? ഓപ്ഷൻ സി ആണ് തെറ്റായി പൊരുത്തപ്പെട്ടത്, DVD പ്രൈമറി മെമ്മറി. അതായത് DVD എന്ന് പറഞ്ഞാൽ വലിയ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ സംഭരിക്കുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു റീഡ് ഓൺലി ഡിജിറ്റൽ വേർസറ്റൈൽ ഡിസ്ക് ആണ്. ഡിജിറ്റൽ വേർസറ്റൈൽ ഡിസ്ക് റീഡ് ഓൺലി മെമ്മറിയാണ്. അപ്പോൾ അതാണ് അത് തെറ്റായി പൊരുത്തപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. OLED മോണിറ്റേഴ്സ് സ്റ്റാൻഡ്സ് ഫോർ. OLED മോണിറ്ററുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Some functions in a computer system are given below. ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ചില പ്രവർത്തനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. Identify which of the above functions are the functions of an operating system. അതായത് മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങളിൽ ഏതൊക്കെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് തിരിച്ചറിയുക. കുറച്ച് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ചില പ്രവർത്തനങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്. ഈ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏതൊക്കെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് തിരിച്ചറിയുക. ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങൾ? എല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളാണ്. പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, എല്ലാം ഓൾ ഓഫ് ദ എബവ്. എല്ലാം മേൽപ്പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് wrongly matched? ഈ ഇനി പറയുന്നവയിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തെറ്റായി പൊരുത്തപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1 PB is equal to 1024 GB. 1 പെട്രാബൈറ്റ് 1024 ടെറാബൈറ്റ്സ് ആണ്. 1024 ടെറാബൈറ്റ്സ് ആണ്. അപ്പോൾ ഇതാണ് തെറ്റായി പൊരുത്തപ്പെട്ട ഏതാണ്? 1 PB is equal to 1024 GB എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായിട്ടാണ്. 1 പെട്രാബൈറ്റ് is equal to 1024 ടെറാബൈറ്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statement is are correct about the memory units of a memory? അതായത് കമ്പ്യൂട്ടറിന്റെ മെമ്മറി യൂണിറ്റുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏതാണ് ശരിയായത്? ഏതാണ് താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ള 3 എണ്ണം പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 1 and 3 only. അതായത് ഒന്ന് ഏതാണ്? മെമ്മറി ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ദ CPU is called മെയിൻ മെമ്മറി. അടുത്ത ഏതാണ്? 3. CPU has direct access to cache memory. അടുത്ത ക്വസ്റ്റ്യൻ. In an email the section CC stands for. ഒരു ഇമെയിലില് CC എന്ന വിഭാഗം സൂചിപ്പിക്കുന്നത് എന്താണ്? സൂചിപ്പിക്കുന്നത് കാർബൺ കോപ്പി. CC എന്ന വിഭാഗം സൂചിപ്പിക്കുന്നത് കാർബൺ കോപ്പി. അടുത്ത ക്വസ്റ്റ്യൻ. Which among the following is not an input device? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം അല്ലാത്തത്? ഏതാണ്? ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ. ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ. 2 statements are given below. 2 സ്റ്റേറ്റ്മെന്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻ ആൻ ഇന്റർനെറ്റ് ഫോറം ഈച്ച് ഡിസ്കഷൻ ഓൺ എ ടോപ്പിക് ഈസ് കാൾഡ് ത്രെഡ്. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? ഒരു ഇന്റർനെറ്റ് ഫോറത്തില് ഒരു വിഷയത്തെ കുറിച്ചുള്ള ഓരോ ചർച്ചയെയും ത്രെഡ് എന്ന് വിളിക്കുന്നു. Twitter.com is a popular micro blogging site which allow users to എക്സ്ചേഞ്ച്. അതായത് Twitter.com എന്നത് ഉപയോക്താക്കൾക്ക്
ചെറിയ വാചകങ്ങൾ, ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ മുതലായവ കൈമാറാൻ അനുവദിക്കുന്ന ഒരു ജനപ്രിയ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ആണ്. അപ്പോൾ which of the above statement are correct about social media? അതായത് സോഷ്യൽ മീഡിയയെ കുറിച്ച് മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ് ശരിയായിട്ടുള്ളത്? രണ്ടും ശരിയായിട്ടുള്ളതാണ്. ബോത്ത് 1 and 2 രണ്ടും ശരിയായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, which among the following is not a web browser? ഇനി പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വെബ് ബ്രൗസർ അല്ലാത്തത്? ഗൂഗിൾ ആണ് അല്ലേ? GOOGLE ഗൂഗിൾ ആണ് വെബ് ബ്രൗസർ അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ വെബ് സെർച്ച് എഞ്ചിൻ സൈറ്റ് ഈസ്? അതായത് ഏറ്റവും ജനപ്രിയമായ വെബ് സെർച്ച് എഞ്ചിൻ സൈറ്റുകളിൽ ഒന്ന് ഏതാണ്? ബിങ്. ഏതാണ്? ബിങ്, BING, ബിങ്. അടുത്ത ക്വസ്റ്റ്യൻ, some statement about Unicode are given below. അതായത് യൂണിക്കോഡിനെ കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. which of the above statement are false? ഏതാണ് false എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് false? only one is false. ഏതാണ് one? ഏതാണ്? യൂണിക്കോഡ് is developed and maintained by Yahoo. യൂണിക്കോഡ് വികസിപ്പിച്ചതും പരിപാലിക്കുന്നതും യാഹു ആണ്. അതാണ് false ആയിട്ട് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statement is are correct? ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? എത്ര പ്രസ്താവന കൊടുത്തിട്ടുണ്ട്? 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? വൈറസസ്, ട്രോജൻ ഹോഴ്സസ് ആൻഡ് വോംസ് ആർ ഓൾ എക്സാമ്പിൾ ഓഫ് മാൽവെയർ. അതായത് വൈറസുകളും ട്രോജൻ കുതിരകള്, ഹോഴ്സസ്, വിരകള് എന്നിവയെല്ലാം ക്ഷുദ്ര വയറിന്റെ ഉദാഹരണങ്ങളാണ്. അടുത്ത്, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ സ്കാൻസ് ദ ഫയൽസ് ആൻഡ് ഡിറ്റക്ട് ദ മാലീഷ്യസ് സോഫ്റ്റ്വെയർ. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഫയലുകൾ സ്കാൻ ചെയ്യുകയും ക്ഷുദ്രകരമായ സോഫ്റ്റ്വെയർ കണ്ടെത്തുകയും ചെയ്യുന്നു. അടുത്ത്, ക്വാറന്റൈൻ ഈസ് എ സ്പെഷ്യൽ ഏരിയ ഫോർ സ്റ്റോറിംഗ് ഫയൽസ് പ്രോബബ്ലി ഇൻഫെക്റ്റഡ് വിത്ത് വൈറസസ്. അതായത് വൈറസ് ബാധിച്ചേക്കാവുന്ന ഫയലുകൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു പ്രത്യേക മേഖലയാണ് ക്വാറന്റൈൻ. അപ്പോൾ ഇതിൽ ഏതാണൊക്കെയാണ് ശരിയായിട്ടുള്ളത്? which of the following statement are correct? all the above എല്ലാം ശരിയായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, select an MS Word document file from the following. അതായത് ഇനി പറയുന്നതിൽ നിന്ന് ഒരു MS Word ഡോക്യുമെന്റ് ഫയൽ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? tajmahal.docx. tajmahal.docx. അടുത്ത ക്വസ്റ്റ്യൻ, in an MS Word 2000 document the functional key F7 is used for. ഈ ഒരു MS Word 2007 പ്രമാണത്തില് F7 എന്ന ഫങ്ഷണൽ കീ ഉപയോഗിക്കുന്നു. എന്തിനാണ്? സ്പെൽ ചെക്ക്. എന്തിനാണ്? സ്പെൽ ചെക്ക്. in an MS Word 2007 സോഫ്റ്റ്വെയർ, ഒരു MS Word സോഫ്റ്റ്വെയറില് ഒന്ന് സ്മോളസ്റ്റ് ഡിഫോൾട്ട് ഫോണ്ട് സൈസ് is equal to 8, largest default font size is equal to 78. Select the correct option. ശരിയായ ഓപ്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ശരിയായ ഓപ്ഷൻ? 1 is true and second is false. ഒന്ന് ശരിയും രണ്ടാമത്തേത് തെറ്റുമാണ്. സ്മോളസ്റ്റ് ഡിഫോൾട്ട് ഫോണ്ട് സൈസ് is equal to 8, ലാർജസ്റ്റ് ഡിഫോൾട്ട് ഫോണ്ട് സൈസ് is equal to 78. ഒന്നാമത്തെ ശരിയും 1 is true and second is false. അടുത്ത ക്വസ്റ്റ്യൻ, in order to change the alignment of a paragraph into center alignment in an MS Word 2007 document, we execute. അതായത് ഒരു MS Word 2007 ഒരു ഖണ്ഡികയുടെ അലൈൻമെന്റ് സെന്റർ അലൈൻമെന്റിലേക്ക് മാറ്റുന്നതിന് നടപ്പിലാക്കുന്ന പ്രമാണം ഏതാണ്? Ctrl+E. Ctrl+E. അത് ക്വസ്റ്റ്യൻ, which one of the following is correctly matched? അതായത് ഒരു MS Word ഈ which one of the following is correctly matched? ഏതാണ് ശരിയായിട്ട് മാച്ച് ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് ചേരുമ്പടി ചേർക്കുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഷോർട്ട് കട്ട് കീയും ഇപ്പറേ സൈഡിലെ ഓപ്പറേഷനും. അപ്പോൾ ഓപ്ഷൻ എ ആണ് Ctrl+A ആണ്. ഓപ്ഷൻ ബി Ctrl+X, ഓപ്ഷൻ സി Ctrl+Z, ഓപ്ഷൻ ഡി Ctrl+C. ഇതാണ് ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. Ctrl+Z is equal to undo the last action. അപ്പോൾ അതിൻ്റെ അകത്ത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലെ? Ctrl+C കോപ്പിയാണ്,
കൺട്രോൾ പ്ലസ് എക്സ് കട്ടാണ്, കൺട്രോൾ ബാക്കി കൺട്രോൾ പ്ലസ് എ സെലക്ട് ഓൾ ആണ്. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതല്ല. അപ്പോൾ കൺട്രോൾ പ്ലസ് ഇസഡ് ആണ് ഇസ് ഈക്വൽ ടു അൺഡു ദ ലാസ്റ്റ് ആക്ഷൻ. അതാണ് കറക്റ്റ്ലി മാച്ച്ഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കൺട്രോൾ പ്ലസ് ഇസഡ് അൺഡു ദ ലാസ്റ്റ് ആക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. While creating a drop cap in a paragraph in an MS Word 2007, the maximum number of lines can be set up to drop cap and the maximum distance from the text respectively are. എന്താണ് ആ ചോദ്യത്തിന് അർത്ഥം? എന്താണ്? ഒരു MS Word 2007 ഒരു ഖണ്ഡികയിൽ ഒരു ഡ്രോപ്പ് ക്യാപ്പ് സൃഷ്ടിക്കുമ്പോൾ ഡ്രോപ്പ് ക്യാപ്പിനായി പരമാവധി എണ്ണം വരികളും ടെക്സ്റ്റിൽ നിന്നുള്ള പരമാവധി ദൂരവും യഥാക്രമം സജ്ജീകരിക്കാം. എങ്ങനെയാണ് സജ്ജീകരിക്കുന്നത്? 10 lines and 22 inches. 10 lines and 22 inches. അടുത്ത ക്വസ്റ്റ്യൻ. The page layout tag contains page breaks. Which among the following are not section breaks in an MS Word 2007 document? അതായത് പേജ് ലേഔട്ട് ടാഗിലെ പേജ് ബ്രേക്കുകൾ അടങ്ങിയിരിക്കുന്നു. ഇനി പറയുന്നതിൽ ഏതാണ് അല്ലാത്ത വിഭാഗം ഒരു MS Word 2007 ഡോക്യുമെന്റിൽ തകരാറുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ കോളം, സെക്കൻഡ് വൺ ടെക്സ്റ്റ് റാപ്പിംഗ്, തേർഡ് വൺ ഈവൻ പേജ്, ഫോർത്ത് വൺ കണ്ടിന്യൂസ്. ഏത് ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 1 and 2 only. 1 and 2 only ഏതാണ്? കോളം, ടെക്സ്റ്റ് റാപ്പിംഗും. അടുത്ത ക്വസ്റ്റ്യൻ. പേജ് ബോർഡേഴ്സ് ആഡ് ഓർ ചേഞ്ച് ദ ബോർഡർ അറൗണ്ട് എ പേജ്. പേജ് ബോർഡേഴ്സ് ഓപ്ഷൻ ഇൻ ആൻ MS Word 2007 ഈസ് പ്രസന്റ് ഇൻ. അതായത് പേജ് ബോർഡറുകൾ ഒരു പേജിന് ചുറ്റുമുള്ള ബോർഡർ ചേർക്കുകയോ മാറ്റുകയോ ചെയ്യുന്നു. ഒരു MS Wordൽ പേജ് ബോർഡറുകൾ ഓപ്ഷൻ 2007 നിലവിലുണ്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണ് പേജ് ലേഔട്ട് ടാഗ്. പേജ് ലേഔട്ട് ടാഗ്. അടുത്ത ക്വസ്റ്റ്യൻ. The following are the steps are for inserting footnote in an MS Word 2007 document, but the steps are not in the proper order. അതായത് ഒരു MS Word 2007 ഡോക്യുമെന്റ് അടിക്കുറിപ്പ് ചേർക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. എന്നാൽ നടപടികൾ ശരിയായ ക്രമത്തിലല്ല കൊടുത്തിരിക്കുന്നത്. ശരിയായ ക്രമത്തിൽ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ശരിയായ ക്രമത്തിൽ? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ആദ്യം പറഞ്ഞ ഏതാണ്? 3. പ്ലേസ് ദ കർസർ ഓൺ ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് ദ വേർഡ് വേർ ദ ഫുട്നോട്ട് റെഫർ ടു. അത് കഴിഞ്ഞ് ഏതാണ് വേണ്ടത്? സെക്കൻഡ് വൺ ഓൺ റെഫറൻസ് ടാബ് ക്ലിക്സ് ഇൻസേർട്ട് ഫുട്നോട്ട്. അത് കഴിഞ്ഞ് ഏതാണ് വേണ്ടത്? നാലാമത്തെ എ ഫുട്നോട്ട് നമ്പർ വിൽ അപ്പിയർ ഓൺ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ പേജ്. അടുത്ത ഏതാണ്? ഒന്നാമത്തെ ടൈപ്പ് ദ ടെക്സ്റ്റ് നോട്ട്സ് അറ്റ് ദ എൻഡ് പാർട്ട് ഓഫ് ദ പേജ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓർഡർ ഏതാണ്? കറക്റ്റ് ഓർഡർ ഏതാണ്? 3, 2, 4, 1 is correct. അടുത്ത ക്വസ്റ്റ്യൻ. 2 statements are given below about mail merge. അതായത് മെയിൽ മെർജിനെ കുറിച്ച് 2 പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. which of the above statement are true false about mail merge? ഈ സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ശരിയും തെറ്റായിട്ടുള്ളത് മെയിൽ മെർജിനെ കുറിച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? both 1 and 2 are true. രണ്ടും ശരിയായിട്ടുള്ളതാണ്. ഒന്നാമത്തേതാണ് മെയിൽ മെർജ് ഹെൽപ്പ് us to send personalized email messages to different recipients at the same time. അടുത്ത ഏതാണ്? മെയിൽ മെർജ് ഹെൽപ്പ് us to print addressed envelopes for group mailing. both 1 and 2 are true. അടുത്ത ക്വസ്റ്റ്യൻ. In an MS Word 2007 document outline view help us to. അതായത് ഒരു MS Word 2007 ഡോക്യുമെന്റില് ഔട്ട്ലൈൻ വ്യൂ ഇനി പറയുന്നവ ചെയ്യാൻ സഹായിക്കുന്നു. എന്തിനാണ് സഹായിക്കുന്നത്? വ്യൂ ദ ഡോക്യുമെന്റ് ആസ് ആൻ ഔട്ട്ലൈൻ ആൻഡ് ഷോസ് ദ ഔട്ട്ലൈനിങ് ടൂൾസ്. വ്യൂ ദ ഡോക്യുമെന്റ് ആസ് ആൻ ഔട്ട്ലൈൻ ആൻഡ് ഷോസ് ദ ഔട്ട്ലൈനിങ് ടൂൾസ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രസ് Ctrl plus C and Ctrl plus V respectively in a keyboard on a selected text in an MS Word document 2007 results. അതായത് ഒരു MS Word ഡോക്യുമെന്റ് 2007 ഫലങ്ങളിൽ തിരഞ്ഞെടുത്ത വാചകങ്ങളിൽ ഒരു കീബോർഡിൽ യഥാക്രമം Ctrl plus C, Ctrl plus V എന്നിവ അമർത്തുക. എന്താണ് സംഭവിക്കുന്നത്? കോപ്പി ആൻഡ് പേസ്റ്റ് ദ ടെക്സ്റ്റ്. കോപ്പി ആൻഡ് പേസ്റ്റ് ദ ടെക്സ്റ്റ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ആൻസർ ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. Following are the steps for zoom in and zoom out respectively in an MS Excel 2007 worksheet, but the steps are not in the proper order. അതായത് ഒരു MS Excel 2007 വർക്ക്ഷീറ്റില്
യഥാക്രമം സൂം ഇൻ ചെയ്യുന്നതിനും സൂം ഔട്ട് ചെയ്യുന്നതിനുമുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്ന വേണം. എന്നാൽ ഘട്ടങ്ങൾ ശരിയായ ക്രമത്തിലല്ല. ശരിയായ ക്രമത്തിലാക്കാൻ ഏതാണ് ശരിയായ കറക്റ്റ് ഓർഡർ ഫോർ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് റെസ്പെക്റ്റീവ്ലി ഏതാണ് ശരിയായിട്ടുള്ളത്? മൂന്നാമത്തെയാണ് ആദ്യം വരേണ്ടത്. ഏതാണ്? ലൊക്കേറ്റ് ദ സൂം ബാർ ഇൻ ദ ബോട്ടം റൈറ്റ് കോർണർ. അത് കഴിഞ്ഞ് ഏതാണ് വേണ്ടത്? ഒന്നാമത്തെ ക്ലിക്ക് ദ സ്ലൈഡർ. അതിനുശേഷം ഏതാണ് വേണ്ടത്? നാലാമത്തെ ഡ്രാഗ് ദ സ്ലൈഡർ ടു ദ റൈറ്റ് ടു സൂം ഇൻ. അത് കഴിഞ്ഞ് ഏതാണ് വരേണ്ടത്? രണ്ടാമത്തെ അല്ലെ ഡ്രാഗ് ദ സ്ലൈഡർ ടു ദ ലെഫ്റ്റ് ടു സൂം ഔട്ട്. അപ്പോൾ കറക്റ്റ് ഓർഡർ എങ്ങനെയാണ്? മൂന്നാമത്തെ ആദ്യം, അത് കഴിഞ്ഞ് ഒന്നാമത്തെ, അത് കഴിഞ്ഞ് നാലാമത്തെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഈസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The formula function sum H3:H35 in an MS Excel 2007 gives. അതായത് ഒരു MS Excel 2007ലെ ഫോർമുല ഫംഗ്ഷൻ സം H3:H35 നൽകുന്നു. എന്താണ് നൽകുന്നത്? സം ഓഫ് ദ റേഞ്ചസ് ഓഫ് ദ സെൽസ് ഫ്രം H3 to H35. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following statement is false related to a chart tool in an MS Excel 2007? അതായത് ഒരു MS Excel 2007ലെ ഒരു ചാർട്ട് ടൂളുകളുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ചാർട്ട് ടൂൾ ഡു നോട്ട് കണ്ടെയ്ൻ ഡിസൈൻ, ലേഔട്ട് ആൻഡ് ഫോർമുല ടാബ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. Conditional formatting command is located in which one of the following group in an MS Excel 2007 software? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഒരു MS Excel 2007 സോഫ്റ്റ്വെയറിലെ ഇനി പറയുന്ന ഗ്രൂപ്പുകളിൽ ഒന്നില് സ്വാഭാവിക ഫോർമാറ്റിംഗ് കമാൻഡ് സ്ഥിതി ചെയ്യുന്നു. എവിടെയാണ്? സ്റ്റൈൽസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. MIN ഫംഗ്ഷൻ in an MS Excel 2007 is used for. ഒരു MS Excel 2007ലെ MIN ഫംഗ്ഷൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. എന്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഫൈൻഡിങ് മിനിമം വാല്യൂ. ഫൈൻഡിങ് മിനിമം വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. Which function will you use to return the current date and time formatter as a date and time in a cell in a MS Excel 2007 worksheet? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഒരു MS Excel 2007 വർക്ക്ഷീറ്റിലെ ഒരു സെല്ലിലെ തീയതിയും സമയവുമായി ഫോർമാറ്റ് ചെയ്ത നിലവിലെ തീയതിയും സമയവും നൽകുന്നതിന് നിങ്ങൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കും? ഏത് ഫംഗ്ഷൻ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? NOW ഫംഗ്ഷൻ ഉപയോഗിക്കും. നൗ ഫംഗ്ഷൻ ഉപയോഗിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. A formula in an expression which operates on values in a range of cells in a worksheet. All formulas in an MS Excel 2007 worksheet start with. അതായത് ഒരു വർക്ക്ഷീറ്റിലെ സെല്ലുകളുടെ ശ്രേണിയിലെ മൂല്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഫോർമുല. ഒരു MS Excel 2007 വർക്ക്ഷീറ്റിലെ എല്ലാ ഫോർമുലകളും ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ഡിയിലാണ് ഈക്വൽ സൈനിലാണ് ആരംഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Which among the following is not an engineering function in an MS Excel 2007 worksheet? അതായത് ഒരു ഇനി പറയുന്നത് ഏതാണ് MS Excel 2007 വർക്ക്ഷീറ്റിലെ എഞ്ചിനീയറിംഗ് ഫംഗ്ഷൻ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അല്ലാത്തത്? CUBESCT. CUBESCT. അടുത്ത ക്വസ്റ്റ്യൻ. While you are working with the slides in an MS PowerPoint 2007 software, Ctrl+M performs. നിങ്ങളൊരു MS PowerPoint 2007 സോഫ്റ്റ്വെയറിൽ സ്ലൈഡിൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പോൾ Ctrl+M ഇനി പറയുന്നവ ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നത്? ആഡിങ് എ ന്യൂ സ്ലൈഡ് ഇൻ ദ സ്ലൈഡ് പ്രസന്റേഷൻ. വ്യൂ ഓപ്ഷൻസ് ഇൻ എ പ്രസന്റേഷൻ വ്യൂ സോഫ്റ്റ്വെയർ ആർ ഗിവൺ ബിലോ. അതായത് ഒരു പ്രസന്റേഷൻ വ്യൂ സോഫ്റ്റ്വെയറിലെ ചില വ്യൂ ഓപ്ഷനുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഒന്ന് നോർമൽ വ്യൂ, സെക്കൻഡ് വൺ സ്ലൈഡർ സോർട്ടർ വ്യൂ, തേർഡ് വൺ നോട്ട്സ് മാസ്റ്റർ വ്യൂ, ഫോർത്ത് വൺ സ്ലൈഡ് ഓറിയന്റേഷൻ വ്യൂ. Which among the above are the view options in presentation views in an MS PowerPoint 2007 software? അതായത് ഒരു MS PowerPoint 2007 സോഫ്റ്റ്വെയറിലെ അവതരണ കാഴ്ചകളിൽ വ്യൂ ഓപ്ഷനുകൾ മുകളിൽ പറഞ്ഞവയിൽ ഏതാണ്? 1, 2, 3 ഉള്ളി. അതായത് നോർമൽ വ്യൂ, സ്ലൈഡ് സോർട്ടർ വ്യൂ, പിന്നെ ഏതാണ്? നോട്ട്സ് മാസ്റ്റർ വ്യൂ. 1, 2, 3 ഉള്ളി. അടുത്ത ക്വസ്റ്റ്യൻ.
The functional key F5 is used in PowerPoint presentation is to. അതായത് ഒരു ഫങ്ഷണൽ കീ F5 ഒരു PowerPoint അവതരണത്തിന് ഉപയോഗിക്കുന്നത് എന്തിനാണ്? Start the slide show. Start the slide show. Following are the steps to change the slide page orientation from landscape to portrait layout in an MS PowerPoint 2007 slide, but the steps are not in the proper order. MS PowerPoint 2007 സ്ലൈഡിലെ ലാൻഡ്സ്കേപ്പിൽ നിന്ന് പോർട്രേറ്റിലെ ഔട്ടിലേക്ക് സ്ലൈഡ് പേജ് ഓറിയന്റേഷൻ മാറ്റുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നതാണ്. എന്നാൽ നടപടികൾ ശരിയായ ക്രമത്തിലല്ല. എങ്ങനെയാണ് ശരിയായ ക്രമത്തിൽ ചെയ്യുന്നത്? അത് കൊടുത്തിരിക്കുന്നത് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ തന്നെയാണ്. ഓർഡർ 1 2 3 ഈസ് കറക്റ്റ് ആണ്. സെലക്ട് ഡിസൈൻ, സെലക്ട് സൈഡ് ഓറിയന്റേഷൻ, സെലക്ട് ദ പോർട്രേറ്റ് ഈസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Some file formats are given below. Which one of the following is the default file extension format of an MS PowerPoint 2007? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ചില ഫയൽ ഫോർമാറ്റുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഒരു MS PowerPoint 2007 ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ ഫോർമാറ്റ് ഇനി പറയുന്നവയിൽ ഏതാണ്? .pptx. Two statements are given below. First one, inserting a chart in a presentation is to illustrate and compare data. രണ്ടാമത്തേതാണ് ബാർ ചാർട്ട്, കോളം ചാർട്ട്, പൈ ചാർട്ട്, ലൈൻ ചാർട്ട്, ഏരിയ ചാർട്ട് ആൻഡ് സർഫേസ് ചാർട്ട് എക്സെട്ര ആർ some available charts in an MS PowerPoint 2007. Which of the above statement are true, false? ഏതാണ് ശരിയായ തെറ്റായിട്ടുള്ളത്? both 1 and 2 are true. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? ഒരു അവതരണത്തിന്റെ ഒരു ചാർട്ട് ചേർക്കുന്നത് ഡേറ്റ ചിത്രീകരിക്കാനും താരതമ്യം ചെയ്യാനുമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ബാർ ചാർട്ട്, കോളം ചാർട്ട്, പൈ ചാർട്ട്, ലൈൻ ചാർട്ട്, ഏരിയ ചാർട്ട്, സർഫേസ് ചാർട്ട് തുടങ്ങിയ MS PowerPoint 2007 ലഭ്യമായ ചില ചാർട്ടുകളാണ്. ഇതിൽ രണ്ടും both 1 and 2 are true. അടുത്ത ക്വസ്റ്റ്യൻ. In an MS PowerPoint 2007 software, macro is present in. ഈ ഒരു MS PowerPoint 2007 സോഫ്റ്റ്വെയറിൽ ഡാഷിൽ മാക്രോ നിലവിലുണ്ട്. ഏതിലാണ്? ഏതിലാണ്? വ്യൂല്. അടുത്ത ക്വസ്റ്റ്യൻ. If you want to create a new PowerPoint presentation, which of the following options you choose? ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയ PowerPoint അവതരണം സൃഷ്ടിക്കണമെങ്കിൽ ഇനി പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ഓപ്ഷനുകളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കും? ഏതാണ് തിരഞ്ഞെടുക്കുക? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള 1 or 3. 1 എന്ന് പറഞ്ഞാൽ ഏതാണ്? പ്രസ് Ctrl+N ഓർ ഏതാണ്? ക്ലിക്ക് ഓഫീസ് ബട്ടൺ ആൻഡ് സെലക്ട് ന്യൂ. 1 or 3. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.